ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ദൈവത്തിന് സ്തോത്രം. ഉറച്ചു നിൽക്കുന്ന ഒരു വീട്. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ശക്തിയോടെ ആഞ്ഞടിച്ചു. എല്ലാ വശത്തുനിന്നും മേളിൽ നിന്ന് മഴ, താഴെ നിന്ന് വെള്ളം തള്ളി പൊങ്ങി വരുന്നു, ചുറ്റും നിന്നും കാറ്റ്. പക്ഷേ ആ കെട്ടിടം സ്ഥിരമായി ഉറച്ചു നിന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ദൈവമക്കൾ സ്ഥിരതയുള്ളവരായിരിക്കണം, നിലനിൽക്കുന്നവരായിരിക്കണം, ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം, നിലനിൽക്കുന്നതായ വിശ്വാസികൾ. സ്റ്റാൻഡ് ഫാസ്റ്റ്, സ്റ്റാൻഡ് ഫേം. പ്രതികൂലങ്ങൾ വരും, തള്ളി വീഴിക്കുന്ന രംഗങ്ങൾ വരും. അകത്തുനിന്നും പുറത്തുനിന്നും പാപത്തിൻ്റെ പ്രേരണകൾ നിന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ ശക്തിയോടെ ആഞ്ഞടിക്കും. ഉറച്ചു നിൽക്കണം, നിലനിൽക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര നാളത്തേക്കാ? മർക്കോസ് 13:13 വായിച്ച്. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും. കുറച്ചു പേരല്ല, എല്ലാവരും നിങ്ങളെ പാകിക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവസാനത്തോളം സഹിച്ച് വീഴാതെ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. നിലനിർത്തുന്നത് ദൈവമാണ്. ദൈവമക്കളെ, അന്ത്യത്തോളം രക്ഷയുടെ സന്തോഷത്തിൽ നിലനിൽക്കുക അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊടുങ്കാറ്റുകൾ ശക്തിയോടെ ആഞ്ഞടിക്കും. കാറ്റത്ത് ഉലയുന്ന ഞാങ്ങണ പോലെ ആയിരിക്കരുത്. ഒരു കാറ്റ് ഇങ്ങോട്ടടിച്ചു, ചാഞ്ഞു വിളഞ്ഞു പോവുകയാണ്. മറുവശത്ത് അടിച്ചു, വീണ്ടും ചാഞ്ഞു വിളഞ്ഞു പോവുകയാണ്. അങ്ങനെയല്ല. നിങ്ങൾ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു കാറോ ബസ്സോ ശക്തിയോടെ ഓടിപ്പാഞ്ഞു വരുമ്പോൾ റോഡിൽ കിടക്കുന്ന രണ്ട് സൈഡിലും കിടക്കുന്ന കരികിലകൾ ആ കാറിൻ്റെയോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെയോ പിന്നാലെ ഇങ്ങനെ പറന്നങ്ങ് പോകും. അവിടെ ചെന്ന് കിടക്കും. ഇങ്ങോട്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ അത് പോകുന്നതിൻ്റെ പുറകാലെ ആ കരികില ഇങ്ങോട്ട് വരും. സ്ഥിരതയില്ല, നിലനിൽക്കുന്നില്ല. സ്റ്റാൻഡ് ഫാസ്റ്റ് എന്ന് പറയാനൊക്കെയില്ല, സ്റ്റാൻഡ് ഫേം എന്ന് പറയാനൊക്കെയില്ല. നിലനിൽപ്പില്ലാതെ ചാഞ്ചാടുന്ന ഉലയുന്നതായ ആ ഒരു വിശ്വാസികളുടെ കൂട്ടമല്ല നമുക്ക് ആവശ്യം. ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളായിരിക്കണം. കർത്താവിൽ നിലനിൽപ്പീൻ. ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അവസാനത്തോളം നിലനിൽക്കണം? ഫിലിപ്പർ 4:1 വായിച്ച്. ഉറച്ചു നിൽക്കേണ്ട രംഗങ്ങൾ ഏതെല്ലാമാണ്? ഫിലിപ്പർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, പൗലോസ്ലീഹ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പ്രബോധിപ്പിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ പ്രിയ മക്കളെ എന്ത് ചെയ്യണം? എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിലനിൽപ്പീൻ. എനിക്ക് ശബ്ദത്തിൽ പറയാൻ ആഗ്രഹമുണ്ട്. 1 തെസ്സലോനിക്കർ 3:8 വായിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്റ്റാൻഡ് ഫേം ഇൻ ദി ലോർഡ്. ഉറച്ചു നിൽപ്പാൻ ഒരു പാറയില്ലേ? നിലനിൽക്കുന്ന അടിസ്ഥാനം 2 തീമോഥെയോസ് 2:19 പറയും. നിലനിൽക്കുന്ന അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവാണ്. മാറിടും മനുഷ്യരെല്ലാം, മറന്നിടും സ്നേഹിതരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നാം കാണുന്നതെല്ലാം മാറി മറിഞ്ഞു പോകും. ഒരു സമയത്ത് ഞാനും മാറിപ്പോകും, നിങ്ങൾ മാറിപ്പോകും, നമ്മുടെ പ്രാർത്ഥനാ ഹോൾ മാറിപ്പോകും, ദൈവാലയങ്ങൾ മാറിപ്പോകും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി മാറ്റമില്ലാത്തവനായി നിലനിൽക്കുന്ന ഒരുത്തനുണ്ട്. അത് നിത്യം ജീവിക്കുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനെയാണ് എൻ്റെ ചങ്കിനകത്ത് എൻ്റെ കർത്താവ് ഞാൻ പ്രതിഷ്ഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ കഴിഞ്ഞ വർഷക്കാലം ഈ പാറ എനിക്ക് ഉറപ്പുള്ളതായിരുന്നു. എൻ്റെ മിടുക്കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിടിച്ചത് ഈ ഇളകാത്ത പാറയാകുന്ന ക്രിസ്തുവിലാണ്. ഞാൻ അനേക കാര്യങ്ങൾ പിടിച്ചു നോക്കി. സമ്പത്തിൽ പിടിച്ചു നോക്കി, അത് തകർന്നു പോയി. ആരോഗ്യത്തിൽ പിടിച്ചു നോക്കി, അത് ഉരിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ പ്രസിദ്ധിയിലും പ്രൗഢിയിലും എല്ലാം പിടിച്ചു തൂങ്ങിക്കിടന്ന ആളുകൾ ഞാൻ ലജ്ജയോടെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം കേട്ടപ്പോൾ ഒരിക്കലും ഇരിഞ്ഞു പോകാത്ത ഒരു ശിഖരമുണ്ട് എന്ന് അടിന് മനസ്സിലായി. അത് കാൽവറിയിലെ മരക്കൊമ്പാണ്.
ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ചതായ ആ കാൽവറി കൊമ്പിൽ പിടികിട്ടിയതുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും അടിയൻ ദൈവത്തിൻ്റെ സ്തോത്രം കൃപയിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. എൻ്റെ മിടുക്കുകൊണ്ടല്ല, അവൻ്റെ കരം എന്നെ പിടിച്ചു, അവൻ്റെ കരം എന്നെ താങ്ങി, ഇതുവരെയും വിടാതെ പിടിച്ചു. ഒരു കൊതിയും അപേക്ഷയും മാത്രമേ ഉള്ളൂ കർത്താവ്, സ്വർഗ വീട്ടിൽ എത്തുന്നവരെയും ഈ പിടുത്തം വിടരുത്. അതല്ലേ പൗലോസ് പറഞ്ഞു, വിശ്വാസന്റെ നായകൻ പൂർത്തി വരുത്തുന്നവരും യേശുവിനെ നോക്കണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എബ്രായർ 13:8 ജീസസ് ക്രൈസ്റ്റ് ദി സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ. ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് പരസ്യരൂഷ ചെയ്തുകൊണ്ട് നടന്നു. ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവിനെ കണ്ടു. ശിഷ്യന്മാർ നടന്നു എന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മാർത്തയും മറിയയും കൂടിയുണ്ട്. ചീഞ്ഞാറ് കിടന്ന ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നു. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ പുറത്തു വന്നു. അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം എന്നും ജീവിക്കുന്നു. അവൻ മാറ്റമില്ലാത്തവനാണ്, അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഹീസ് സോ ഡിയർ, റിയൽ ആൻഡ് നിയർ. അങ്ങനെ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക, കർത്താവിൽ മാത്രം കേന്ദ്രീകരിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഉറച്ചു നിൽക്കേണ്ട ഏത് കാര്യത്തിലാണ്? 1 പത്രോസ് 5-9 വാക്യം എടുത്ത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ദൈവത്തിന്റെ സ്തോത്രം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽപ്പീൻ. സ്ഥിരതയുള്ളവരായി നിൽക്കുക, നിലനിൽക്കുന്ന വിശ്വാസികളാവുക, ഉറച്ചു നിൽക്കുക. അതാണ് നമ്മുടെ ധ്യാനം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കാരണം പൗലോസ് വളരെ വ്യക്തമായിട്ട് 2 തീമോത്തിയോസ് അല്ലേ 1 അധ്യായത്തിൻ്റെ 12 വാക്യം. 2 തീമോത്തിയോസ് 1 അധ്യായത്തിൻ്റെ 12 വാക്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ദൈവമക്കളുടെ ഒരു സത്യം അല്പം ഉള്ളത്തെ തൊട്ടുകൊണ്ട് പറയട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഞാൻ ആരുടെ കയ്യിലേക്കാണ് എൻ്റെ ജീവിതം കൈമാറിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറി. ഇപ്പോൾ അവൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല. ഇപ്പോൾ 5 അപ്പവും 5-ൽ 5-ഉം 2-ൽ 2-ഉം യേശുവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമായി സ്പഷ്ടമായി ചോദിക്കട്ടെ, ഈ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തീരെഴുതി കൊടുത്തു. ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ആണിപ്പഴുതുള്ള എന്നെ വിലയ്ക്ക് വാങ്ങിയ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൈമാറി തീരെഴുതി കൊടുത്തു. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവമക്കളെ, വളരെ വ്യക്തമായ ബോധ്യത്തോടെയാണ് പാവപ്പെട്ടിരുന്നത് പറയുന്നത്. എനിക്കറിയാവുന്നത് പോലെ ഞാൻ തീരെഴുതി എൻ്റെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തൊരു ജീവിതമാണിത്. എനിക്കുള്ളതും എൻ്റെ ഉള്ളവും. കേട്ടോ നിങ്ങൾ? എൻ്റെ ഉള്ളവും എനിക്കുള്ളതും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഞാൻ കേവലം പറയുകയല്ല. സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. 1 കോരിന്തർ 16:13 എടുത്ത്. 1 കോരിന്തർ 16:13, 2 കോരിന്തർ 1:24, 16:13, 1 കോരിന്തർ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വലിയൊരു മർമ്മമാണ്. വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വിശ്വാസത്തിന്റെ പോരാട്ടം വിലയേറിയതെന്നാണ് പത്രോസ് പറയുന്നത്. നീ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വ്യതിചലിക്കുവാൻ തക്കവണ്ണം ശക്തിയേറിയ കൊടുങ്കാറ്റുകൾ വരും, ശോധനകൾ വരും. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, പക്ഷേ നിലനിൽക്കുമോ നിങ്ങൾ? എൻ്റെ കർത്താവിൻ്റെ കണ്ണ് കാണുന്നുള്ളതായിരിക്കുന്ന വിശ്വാസം, ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളതായിരിക്കുന്ന വിശ്വാസം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പൊത്തിഫേറിന്റെ ഭവനത്തിൽ യുവകോമളനായിരിക്കുന്ന യൗസേപ്പ് നിൽക്കുകയാണ്. ആ കൊട്ടാര സമാനമായിരിക്കുന്ന വീട്ടിൽ അപ്പോൾ വേറെ ആരുമില്ല, പൊത്തിഫേറിന്റെ സുന്ദരിയായിരിക്കുന്ന ഭാര്യ മാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന യൗസേപ്പിനെ വേണ്ടാത്ത വൃത്തികെട്ട ലൈംഗിക കാര്യത്തിന് പ്രേരിപ്പിച്ച് ഇവൾ പിടിച്ചുകൊണ്ടു പോവുകയാണ് അവളുടെ റൂമിലേക്ക്. അവൾ പറഞ്ഞു, വേറെ ആരും ഇവിടെയില്ല, നിന്റെ 2 കണ്ണും എൻ്റെ 2 കണ്ണും മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷെ ഒരു വിശ്വാസി കണ്ടു, സ്വർഗത്തിലെ 2 കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെ? അവിടെയാണ് ദൈവം കാണുന്നുള്ള അതിൻ്റെ വിശ്വാസ സ്ഥിരത. നിങ്ങൾക്കുണ്ടോ അത്? മനുഷ്യ, നീ പറയുന്ന ഏത് നിസ്സാരവാക്യം ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ? സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. 2 കോരിന്തർ 1:24 വായിച്ച്. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവരെന്നല്ല,
നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. പറയോ നിന്നെക്കുറിച്ച് സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മകൾ മാറിയെന്ന് വരാം, ഇതുവരെ നടത്തിയ ദൈവമക്കൾ മാറിയെന്ന് വരാം, വിശ്വസ്തരാണ് എന്ന് ധരിച്ച നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ ഇട്ടിട്ട് പോയി എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. മാറ്റമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം നങ്കൂരമിട്ട് ഉറപ്പിച്ച ദൈവമക്കളുടെ കൂട്ടമായി നമ്മളുടെ മാറണം. വളരെ ആഗ്രഹത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ ശോധനകൾ വരും. പത്രോസ് പറയുന്ന ആ ശോധന വിലയേറിയതെന്നാണ്. അതേ സമയത്ത് ഞാൻ കാര്യം നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്ന യേശുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട രംഗത്തേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്താമോ? ആ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്കൊന്ന് സ്വായത്തമാക്കാമോ? പ്രവർത്തിച്ച് രക്ഷ നേടുകയല്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താലാണ് നീതീകരണം, പ്രവർത്തിച്ചല്ല. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് തീർത്ത് കാൽവറിയിൽ ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ രക്ഷാപദ്ധതി പൂർത്തീകരിച്ച് രംഗത്തേക്ക് നോക്കി നിങ്ങൾ വിശ്വാസ വീരന്മാരായി മാറുക. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ച്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും. കേട്ടോ, നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും. സത്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരു നരകമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ഒരു സ്വർഗമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? സ്വർഗത്തിലേക്ക് തുറന്ന ഏകവാതിൽ കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശീല ചീന്തി തുറന്ന് വിശുദ്ധിയുടെ ഇടക്കമുള്ള വഴിയാണ് നിങ്ങൾ അറിഞ്ഞില്ലേ? പാപം ജീവിതത്തിൽ വന്നുവെങ്കിൽ അത് കഴുവാൻ കുഞ്ഞാടിന്റെ രക്തം മതിയായതാണ് നിങ്ങൾ അറിഞ്ഞില്ലേ? ചഞ്ചലപ്പെട്ടു പോകരുത്, ആടിപ്പോകരുത്. വിശ്വാസ വീരന്മാരായി ശോധനയെ അതിജീവിച്ച് നിൽക്കുക. ദൈവത്തിന്റെ മഹത്വം. 1, കർത്താവിൽ നിലനിൽപ്പീൻ. 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 3 എന്താണ്? 2 തീമോഥെയോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. ഏതില്? നിന്നെ പഠിപ്പിച്ച കാര്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഒന്നോടെ വായിച്ചത്. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലേക്കുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളിൽ ഉറച്ചു നിൽക്കണം. ഹോൾഡ് ഫേം ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് വളരെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണത്. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന സത്യവചനത്തെ വിട്ട് നിങ്ങൾ അണുവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എല്ലാം മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനം കർത്താവായ യേശുക്രിസ്തുവാണ്. അത് നിലനിൽക്കുന്ന വചനമാണ്. ഈ വചനമാണ് നിന്നെ ജീവിപ്പിക്കുന്നത്. ഈ വചനമാണ് തീക്കട്ട. ഈ വചനമാണ് നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയത്തെ തകർക്കുന്ന ചുറ്റുക. ആരെന്തു പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം, വചനാധിഷ്ഠിതമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു ദർശനമോ ഏതെങ്കിലും ഒരു വെളിപാടോ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ആധാരം എന്താണ്? ഈ സത്യവചനമാണ്. എന്നെ ഞാനാക്കിയത് ഈ വചനമാണ്. നിലനിൽക്കുന്ന ഈ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വള്ളിയും പുള്ളിയും തെറ്റാതെ നിലനിൽക്കുന്ന ഈ വചനം. അതിനോട് കൂട്ടരുത്, അതിൽ നിന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്റ്റാൻഡ് ഫേം ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹോൾഡ് ഫാസ്റ്റ് ടു ദി വേർഡ് വി ടോട്ട്. നിങ്ങളെ പഠിപ്പിച്ച സത്യവചനം. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ മാറ്റമില്ലാത്ത നിലനിൽക്കുന്ന സത്യവചനത്തിന് വിരോധമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, ശപിക്കപ്പെട്ടവൻ. ഒന്ന് വായിക്കാമോ? 1-8-9 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് വിപരീതമായി ഈ സത്യവചനം, രക്തം പുരണ്ട വചനം, ക്രൂശിന്റെ വചനം, രക്ഷയുടെ സത്യവചനം ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ച. സുവിശേഷം എന്ന് പറഞ്ഞ്
ഞാൻ ഈ സത്യസുവിശേഷത്തിൽ നിന്ന് മാറി വചനം വിട്ടു പോയതിനു ശേഷം വേറെ ഏതെങ്കിലും വന്ന് നിങ്ങളെ പഠിപ്പിച്ചാൽ, അല്ല സ്വർഗത്തിൽ നിന്ന് ദൂതനും പോലും വന്ന് പഠിപ്പിച്ചാൽ, അവൻ ശപിക്കപ്പെട്ടവൻ. അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. കീപ് എ സ്ട്രോങ് ഗ്രിപ്പ്. അത് വചനമാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. നിലനിൽക്കുന്ന വചനം. അതാണ് പത്രോസിലേക്ക് പറയുന്നത്. 1 പത്രോസ് 1:24-25. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. സകല ജഡവും എത്ര സൗന്ദര്യമുള്ളതാണെങ്കിലും ആരോഗ്യമുള്ളതാണെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും അതിൻ്റെ ഭംഗിയെല്ലാം അങ്ങ് ഉതിർന്നു പോകും. അത് ഇന്ന് കാണുന്ന ആളെ കാണുകയില്ല. വായിച്ചോ. പുല്ലുവാടി പൂ ഉതിർന്നു പോയി. പുല്ലുവാടി മനോഹരമായിരിക്കുന്ന പൂ വീണുപോയി. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഓ, എൻ്റെ പൊന്നു കർത്താവിന്റെ വചനമോ എന്നേക്കും എന്നേക്കും നിലനിൽക്കുന്നു. ദി എവർലാസ്റ്റിംഗ് വേർഡ് ഓഫ് ഗോഡ്. അത് സത്യവചനമാണ്. അത് ജീവന്റെ വചനമാണ്. അത് ജീവിപ്പിക്കുന്ന വചനമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ജ്വലിക്കുന്ന വചനമാണ്. നന്ദിയോടെ സ്തോത്രം. മായമില്ലാത്ത വചനം നിങ്ങൾ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രസംഗോഷി ഒരു സഭയല്ല, ഒരു കക്ഷിയല്ല, ഒരു സിംഹാസനമല്ല, ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. ദൈവമക്കളെ, മറ്റൊന്നുമല്ല. ഒരേ ഒരു കാര്യം മാത്രം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് അനേക പ്രസംഗ വേദികളിൽ മുഴങ്ങി കേൾക്കുന്നത് അത് ഈ ലോകത്തിൻ്റെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കുകളാണ്. പാപമോചനത്തിൻ്റെ ശബ്ദമല്ല, അനുഗ്രഹത്തിൻ്റെ ചില വഴികളാണ് പറഞ്ഞു തരുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വചനപ്രകാരം നമുക്ക് വേണ്ടി കാൽവറിൽ യാഗമായി തീർന്നു. തിരുരക്തം മാറുന്നൊലിച്ച് കിടക്കുന്ന കർത്താവ്, അതല്ലേ വചനം. ക്രൂസിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 1, കർത്താവിൽ നിലനിൽപ്പീൻ. 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 3, വചനത്തിൽ നിലനിൽപ്പീൻ. 4-ാമത്തെ കാര്യം എന്താണ്? ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ദൈവത്തിന്റെ മഹത്വം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ആകയാൽ അതിൽ ഉറച്ചു. ഏതില്? കർത്താവ് തന്ന ക്രൂശിലെ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. കർത്താവായി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കാണിച്ചു തന്നിരിക്കുകയാണ്. പക്ഷേ പലരും അതിൽ നിന്ന് കണ്ണു പറിച്ചു പോകുന്നു. കർത്താവായി യേശുക്രിസ്തു എന്തിനാണ് കാൽവറിയിൽ മരിച്ചത്? പാപത്തിന്റെ അടിമത്തത്തിൽ ബന്ധനത്തിൽ കിടന്ന് ദൈവമക്കളെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്രരാക്കി. കർത്താവായി യേശുക്രിസ്തു എന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിന് കീഴിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്റ്റാൻഡ് ഫേം, സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ലിബർട്ടി ജീസസ് ഗേവ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മദ്യപാനം എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ എന്ന് നിരാശപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടമില്ലേ? ആ മദ്യ ആസക്തി പോലും എന്നും തെറിച്ചു പോയിട്ട് നാളെ എത്രയായി? ദൈവമക്കളെ, സിനിമാ കമ്പം, മയക്കുമരുന്നുകൾ, പുകവലി, ദൈവത്തിൻ്റെ സ്തോത്രം, ബ്ലൂ ഫിലിം കാണുന്നത് ഒക്കെ ദൈവമക്കളെ ആ അടിമത്തത്തിൽ കിടന്നതല്ലേ? ഏതിനോട് തോക്കുന്നു അതിൻ്റെ അടിമയാകുന്നു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു അടിമത്തിൽ നിന്ന് വിടർത്തിയില്ലേ? 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിച്ച്. ഏതിനോടാ തോക്കുന്നത്? സ്ഥിരം തോക്കുന്നത് ഏതിനോടാണ്? ദൈവമക്കളെ, വിടുതൽ തരാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. സ്വാതന്ത്ര്യം തരാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഞങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. തോറ്റ് അടിമത്തത്തിൽ കിടക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുമോ? വിടിരിക്കാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തു വന്നിട്ടുണ്ട്. യോഹന്നാൻ 8:34 കൂടി വായിക്കണം. കർത്താവായ യേശുക്രിസ്തു ബന്ധനക്കെട്ടുകൾ പൊട്ടിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചികന്റെ കരാള ഹസ്തത്തിന് കീഴിൽ വലഞ്ഞുലയുന്ന മനുഷ്യ ജീവിതങ്ങളെ വിടുവിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പിശാചിന്റെ തലയെ ചതച്ചത്.
ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ യേശു ശക്തനാണ്. പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ എൻ്റെ ദൈവം സർവശക്തനാണ്. 8:34. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഹല്ലേലൂയ. അടിമത്തത്തിൽ ഉലഞ്ഞ് വലഞ്ഞ് വേദനിക്കുന്ന ദൈവമക്കളുടെ ദീർഘശ്വാസം കേട്ട കർത്താവായ യേശുക്രിസ്തു അവരുടെ പാപങ്ങളെ മുഴുവൻ തൻ്റെ പരിശുദ്ധമായ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യവും സ്വാതന്ത്ര്യവും തന്നു. അടിമുഖത്തിന് കീഴിൽ ഇനി ബന്ധനപ്പെട്ട് കിടക്കരുത്. ദൈവമക്കളെ, അടിമമുഖം തകർത്ത് കർത്താവായ യേശുക്രിസ്തു ബന്ധനക്കെട്ടുകൾ പൊട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. പോരാ, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തിന് കീഴിൽ നമ്മളെ ബന്ധിച്ചു. ദൈവമക്കളെ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കണ്ടേ? ഒരാത്മാവിന്റെ വിടുതലിന്റെ പാട്ട് പാടണ്ടേ? നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം, എൻ സങ്കടങ്ങൾ സകലതും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ കടന്നുപോയി എന്ന പാട്ട് പാടണ്ടേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഫറവോന്റെ അടിമത്തത്തിൽ കടന്ന് ദൈവമക്കളെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി വിടുവിച്ചില്ലേ? അതുപോലെ കാൽവറിയെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ഇന്ന് നിങ്ങൾക്ക് വിടുതലിന്റെ ദിവസമാണ്, സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. തന്ന സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഫിലിപ്പർ 1-27 വാക്യം വായിച്ച്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ആ. ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുക്കമില്ലാതെ ഏക ആത്മാവിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഏക ആത്മാവിൽ ഒന്നിലും കുലുങ്ങാതെ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ വൺ സ്പിരിറ്റ്. ഏക ആത്മാവിൽ. ഞാൻ കൊതിയോട് പറയുന്നൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഉണർന്ന് കേട്ടെ. സ്റ്റാൻഡ് ഫേം in the united spirit. Stand firm in the united spirit. അപ്പോസ്തലപ്രവൃത്തിയിൽ 2:46 എടുക്കണം. ദൈവമക്കളോട് ഞാൻ വളരെ ഹൃദയം തൊട്ടെന്ന് പറയട്ടെ, ഒരു മനസ്സായിരിക്കണം ദൈവമക്കൾ. സ്നേഹത്തിൻ്റെ ആത്മാവല്ലേ നമ്മളിലുള്ളത്? ഒരേ രക്തത്തിൻ്റെ അംശികളല്ലേ നമ്മൾ? ഒരേ അപ്പത്തിൻ്റെ അംശികളല്ലേ നമ്മൾ? ഒരേ അപ്പൻ്റെ മക്കളല്ലേ നമ്മൾ? ഒരേ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവരല്ലേ നമ്മൾ? ഒരേ വാതിൽ കൂടി സ്വർഗത്തിൽ കിടക്കേണ്ടവരല്ലേ നമ്മൾ? ഒരേ സ്വർഗത്തിൽ ഒന്നിച്ച് കഴിയേണ്ടവരല്ലേ നമ്മൾ? നമ്മളെ വീണ്ടെടുത്ത പരിശുദ്ധാത്മാവ് ഒന്നല്ലേ ഉള്ളൂ? ഒരേ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത മക്കളല്ലേ നമ്മൾ? എവിടെയാണ് ഭിന്നത? അകൽച്ച എവിടെയാണ്? അത് അപകടമാണല്ലോ ദൈവമക്കളെ, അത് പാടില്ല. ഇന്നൊരു നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. An offense against your brother is a fence between you and God. നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവവും നീയും തമ്മിൽ ഉള്ളതായ ഒരു വലിയ വിടവാണ്. നിരപ്പാകണം ദൈവമക്കളെ. ഒറ്റ ആത്മാവിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ധ്യാനിക്കാം. ദൈവത്തിന് സ്തോത്രം. ഐകമത്യപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. റോമർക്ക് ലേഖനം 15-5 വാക്യത്തിൽ അത് പറയും. റോമർക്ക് ലേഖനം 15 5 വാക്യത്തിൽ നിങ്ങൾ ഐകമത്യപ്പെട്ടാൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. വായിക്കാം. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടത്. ദൈവത്തിന് ഗ്ലോറിഫൈ ഗോഡ് വിത്ത് വൺ മൈൻഡ് ആൻഡ് വൺ സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, കൈകോർത്ത് നിൽക്കാം. സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ചങ്ങലയുടെ കണ്ണികളായി നമുക്ക് നിൽക്കാം. കർത്താവായ യേശു സ്നേഹിച്ച പോലെ എല്ലാം ക്ഷമിച്ചും പുറത്ത് നമുക്ക് സ്നേഹിക്കാം. ഏക ആത്മാവിൽ. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ വൺ സ്പിരിറ്റ്, സ്റ്റാൻഡിങ് ഫേം ഇൻ യുണൈറ്റഡ് സ്പിരിറ്റ്. ഒറ്റ ആത്മാവിൽ, ഒറ്റക്കെട്ടായി, ഒരപ്പൻ്റെ മക്കളായി സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായി നമുക്ക് നിൽക്കാം. അവസാനമായി എന്താണ്? 2 പത്രോസ് 1-12 വാക്യം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമെന്ന് വരികലും. ഉറച്ചു നിൽപ്പിൻ. ഏതില്? ലഭിച്ച സത്യത്തിൽ. എന്തെല്ലാം സത്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? 1, കർത്താവിൽ നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം ഇൻ ദി ലോർഡ്. 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. 3, ദൈവത്തിന്റെ വചനത്തിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ നിലനിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. അടുത്ത എന്താണ്? സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പീൻ. ദൈവത്തിന് സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ലിബർട്ടി ജീസസ് ഗേവ്. അടുത്ത കാര്യം എന്താണ് പറഞ്ഞത്? സ്റ്റാൻഡ് ഫേം ഇൻ യുണൈറ്റഡ് സ്പിരിറ്റ്. ഏക ആത്മാവിൽ ഒരു മനസ്സോടെ നിലനിൽപ്പിൻ.
ഈ സത്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. സ്റ്റാൻഡ് ഫേം ഇൻ ദ ട്രൂത്ത്. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നിലനിൽക്കുന്ന ദൈവമക്കളാണ്, ഇടറിപ്പോകരുത്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണം, സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകണം. നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ കാണാൻ ദൈവം കൃപ തരണം. വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ നിറഞ്ഞ പൊന്നു കർത്താവ്, സ്വർഗീയ സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ ദൂത് ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, കർത്താവായ യേശുക്രിസ്തു ഇളകാത്ത പാറമേൽ അടിസ്ഥാനമിട്ട് വളരുന്നവരുമായി നിൽക്കാൻ കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. ശക്തി തരണമേ, ബലം തരണമേ, ആത്മാവിൽ ബലപ്പെടുത്തണമേ, മഹത്വം തിരുമേനെടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.